ശ്വാസമെടുക്കാൻ പാടുപെട്ട് ഷൊർണൂർ ജംഗ്ഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അരികിൽ അവൻ കിതച്ചു നിന്നു. ഷർട്ട് ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മലബാർ എക്സ്പ്രസിൻ്റെ അവസാനത്തെ ചുവന്ന വെളിച്ചം കറുത്ത കണ്ണീർ വാർക്കുന്ന മൺസൂൺ രാത്രിയുടെ തിരശ്ശീലയിലേക്ക് അലിഞ്ഞില്ലാതാവുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. അത് പോയി കഴിഞ്ഞിരിക്കുന്നു, അവൻ സ്വയം ശപിച്ചു. ടാക്സി കേടായതിനു ശേഷം സ്റ്റേഷനിലേക്ക് അവസാനത്തെ 1 കിലോമീറ്റർ ഓടിയപ്പോൾ അവൻ്റെ പുത്തൻ ലെതർ ഷൂസ് ചെളിയിൽ മുങ്ങി നശിച്ചിരുന്നു. ലാപ്ടോപ്പ് ബാഗിന് ഒരു 100 കിലോ ഭാരം തോന്നിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ രാവിലെ 10 മണിക്കുള്ള ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ. അവൻ്റെ ഈ 3 മാസത്തെ പ്രകടനം മുഴുവൻ അതിനെ ആശ്രയിച്ചായിരുന്നു. ആ പ്രസൻറ്റേഷൻ ഇപ്പോൾ ആ ട്രെയിനിൻ്റെ ചുവന്ന വെളിച്ചം പോലെ ഒരു മാഞ്ഞു പോകുന്ന സ്വപ്നം മാത്രമായി. അവൻ തണുത്തുറഞ്ഞ നനഞ്ഞ ഒരു മെറ്റൽ ബെഞ്ചിലേക്ക് തളർന്നിരുന്നു. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂരിൻ്റെ പതിവ് ബഹളങ്ങളെല്ലാം എങ്ങോ പോയി മറഞ്ഞിരുന്നു. ചുമട്ട് തൊഴിലാളികളുടെ ഉച്ചത്തിലുള്ള വിളികളും കുടുംബങ്ങളുടെ സംസാരവും ചൂടുള്ള പഴംപൊരിയുടെ മണവും എല്ലാം നിർത്താതെ പെയ്ത മഴയിൽ ഒലിച്ചുപോയിരുന്നു. ഇപ്പോൾ ഒരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. ടിൻ ഷീറ്റുകളിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദവും ട്രാക്കിനപ്പുറത്തുള്ള ഇരുട്ടിൽ നിന്ന് കേൾക്കുന്ന തവളകളുടെ കരച്ചിലും മാത്രം. കുറച്ചു നേരം അവൻ ആ ബെഞ്ചിലിരുന്നു. നിരാശ അവനെ മൂടുന്നത് അവൻ അറിഞ്ഞു. പക്ഷേ അജയ് പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. തോറ്റു കൊടുക്കുന്നത് അവൻ്റെ ശീലമായിരുന്നില്ല. തളർച്ച കുടഞ്ഞെറിഞ്ഞ് അവൻ തൻ്റെ ഭാരമുള്ള ബാഗുമെടുത്ത് അവിടെ കണ്ട ഏക വെളിച്ചത്തിലേക്ക് നടന്നു, സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക്. "എക്സ്ക്യൂസ് മീ?" അജയ് ചോദിച്ചു. അവൻ്റെ ശബ്ദം അടഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ തലയുയർത്തി നോക്കി. ഈ ലോകത്തുള്ള വൈകി ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും ഭാരം സ്വന്തം കണ്ണുകളിൽ ചുമക്കുന്നത് പോലെ തോന്നി ആ നോട്ടം. "എന്താ?" "സർ, എനിക്ക് മലബാർ എക്സ്പ്രസ് മിസ്സായി. ടാക്സി ബ്രേക്ക് ഡൗണുമായി. ഇനി തിരുവനന്തപുരത്തേക്ക് എന്തെങ്കിലും വണ്ടിയുണ്ടോ?" ഒരു അത്യാവശ്യമായിരുന്നു. അജയുടെ ശബ്ദത്തിൽ യാചന നിറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം എടുത്തു. "ഇല്ല മോനെ, മലബാർ ആണ് അവസാനത്തെ എക്സ്പ്രസ്. ഇനി രാവിലെ 5 മണിക്ക് പരശുറാം വരുന്നതുവരെ ലൈൻ കാലിയാണ്." അജയുടെ നെഞ്ച് താണുപോയി. 5 മണിക്കോ? എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാണ്. എത്താൻ പറ്റില്ല. അവൻ മേശയിലേക്ക് ചാഞ്ഞു നിന്നു. "സർ പ്ലീസ്, എന്തെങ്കിലും ഉണ്ടാവും. ഒരു സ്പെഷ്യൽ സർവീസ്, വല്ല ഹോളിഡേ ട്രെയിനും." സ്റ്റേഷൻ മാസ്റ്റർ അവനെ കുറച്ചു നേരം തുറച്ചു നോക്കി. എന്നിട്ട് പതിയെ ജനലിലൂടെ പുറത്തേക്ക് പെയ്യുന്ന മഴയിലേക്ക് ദൃഷ്ടി പായിച്ചു. "ഇന്ന് മഴയ്ക്ക് നല്ല ശക്തിയുണ്ട്," അദ്ദേഹം സ്വയം പറയുന്നത് പോലെ പറഞ്ഞു. "പുഴയെല്ലാം നിറഞ്ഞിട്ടുണ്ടാകും." അപ്പോഴാണ് അദ്ദേഹം വിചിത്രമായ ആ കാര്യം ചെയ്തത്. കമ്പ്യൂട്ടറിലേക്ക് നോക്കുന്നതിന് പകരം അദ്ദേഹം ആ പഴയ വലിയ ലെഡ്ജർ കയ്യിലെടുത്തു. വിരൽത്തുമ്പ് നനച്ച് അദ്ദേഹം അതിൻ്റെ മഞ്ഞ നിറം കലർന്ന താളുകൾ സാവധാനം മറിക്കാൻ തുടങ്ങി. "ഒരു സർവീസുണ്ട്," ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിരൽ മങ്ങിയ മഷിയിലുള്ള ഒരു വരിയിൽ നിന്നു. അദ്ദേഹം അജയെ നോക്കിയില്ല. ആ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. "ഒരു പാസഞ്ചർ ട്രെയിൻ. അത് പ്രധാന ഷെഡ്യൂളിൽ ഇല്ലാത്ത ഒന്നാണ്. ചില രാത്രികളിൽ ലൈൻ ക്ലിയറായി ചെയ്യാനായി ഓടുന്ന ഒരു സ്പെഷ്യൽ സർവീസ്. കുറച്ച് വൈകിയാണ് പോവുക." അജയ്ക്ക് ആശ്വാസമായി. "യെസ്, അത് മതി. എനിക്കത് മതി. എപ്പോഴാണ്? ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്?" "അതിന് കൃത്യസമയമൊന്നുമില്ല," അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ തുടർന്നു. "അത് വരുമ്പോൾ വരും. പോകാൻ തയ്യാറാകുമ്പോൾ പോകും. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. പഴയൊരു വണ്ടിയാണ്. മെല്ലെ പോകുന്ന പാസഞ്ചർ. എല്ലാ സ്റ്റോപ്പിലും നിർത്തും. രാവിലെ കൊല്ലം എത്താൻ പറ്റിയാൽ തന്നെ ഭാഗ്യം." "സാരമില്ല, ഞാൻ പോയിക്കോളാം," അജയ് നന്ദിയോടെ പറഞ്ഞു. "വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു." അവസാനം സ്റ്റേഷൻ മാസ്റ്റർ ലെഡ്ജറിൽ നിന്ന് തലയുയർത്തി അജയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു ദയയോ സ്നേഹമോ ഇല്ലായിരുന്നു. പകരം വല്ലാത്തൊരു സഹതാപം മാത്രം. "എന്നാൽ പോയി 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാത്തിരുന്നോളൂ," എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പുസ്തകത്തിലേക്ക് തലതാഴ്ത്തി. പുതിയ പ്രതീക്ഷയോടെ അജയ് ഓഫീസിൽ നിന്നിറങ്ങി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഒരു നടപ്പാലം കയറണമായിരുന്നു. പാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ആ പ്ലാറ്റ്ഫോം വ്യത്യസ്തമാണെന്ന്. മറ്റ് പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് നീളം കുറഞ്ഞ, കൂടുതൽ ഇരുട്ടുള്ള, തീർത്തും ഒറ്റപ്പെട്ട ഒന്നായിരുന്നു അത്. ആരും ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട പോലെ. പകുതി ലൈറ്റുകളും കേടായിരുന്നു. ഷെൽട്ടറിന് കീഴെ അധികം നനയാത്ത ഒരിടം കണ്ടെത്തിയവൻ അവിടെ അവൻ കാത്തിരിക്കു തുടങ്ങി. 1 മണിക്കൂർ കടന്നുപോയി.
മഴയൊന്ന് ശമിച്ചു. ചായക്കടക്കാരൻ എപ്പോഴോ കട പൂട്ടി പോയിരിക്കുന്നു. ആ ഭാഗം പൂർണ്ണമായി ഇരുട്ടിലായി. മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്ന ശബ്ദം മാത്രം. ആ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ പറ്റിച്ചതാണോ എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ടത്. അതൊരു വലിയ എക്സ്പ്രസ് ട്രെയിനിൻ്റെ ഉറച്ച ഹോൺ ആയിരുന്നില്ല, മറിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്ന നേർത്ത ദുഃഖം നിറഞ്ഞൊരു ചൂളം വിളി പോലെ തോന്നിയവന്. വടക്കു ദിക്കിലെ ഇരുട്ടിൽ നിന്ന് ആ ട്രെയിൻ പ്രത്യക്ഷപ്പെട്ടു. അത് പാഞ്ഞു വരികയായിരുന്നില്ല, മറിച്ച് പ്ലാറ്റ്ഫോമിലെ അരണ്ട വെളിച്ചത്തിലേക്ക് വളരെ മടിയോടെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. അവൻ കണ്ടു പരിചയിച്ച ഒരു ട്രെയിൻ പോലെയേ ആയിരുന്നില്ല അത്. നിറം മങ്ങിയ, പെയിൻ്റ് ഇളകിയ നീലക്കോച്ചുകളുള്ള ഒരു പഴയ പാസഞ്ചർ ട്രെയിൻ. ജനലുകളുടെ കോണുകളിൽ തുരുമ്പ് പിടിച്ചിരുന്നു. ആ ട്രെയിൻ മൊത്തത്തിൽ പുരാതനവും ക്ഷീണിച്ചതുമായി അവന് തോന്നി. കഴിഞ്ഞുപോയ ഏതോ കാലഘട്ടത്തിൻ്റെ പ്രയത്തെ പോലെ. വിചിത്രമായ അസ്വസ്ഥതയുളവാക്കുന്ന ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു. അനൗൺസ്മെൻറ്റുകളില്ല, പച്ചക്കൊടി കാണിക്കാൻ ഗാർഡില്ല. ആ ട്രെയിൻ അവിടെ ഇരുട്ടിൽ നിശ്ചലമായി നിന്നു. ഒരു നിമിഷം അജയ് മടിച്ചു നിന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഈ ട്രെയിൻ ഇതിവിടെ ചേരാത്തതുപോലെ, ഈ കാലഘട്ടത്തിൽ ചേരാത്തതുപോലെ. എന്നാൽ ക്യാൻസലായ മീറ്റിങ്ങിനെ കുറിച്ചും ദേഷ്യപ്പെടുന്ന ബോസിനെ കുറിച്ചുമുള്ള ഓർമ്മ അവനെ മുന്നോട്ട് തള്ളി. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ ഒന്നുമില്ല. ആഴത്തിൽ ഒരു ശ്വാസമെടുത്ത് അവൻ ബാഗുമെടുത്ത് അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അകത്തേക്ക് കാലെടുത്ത് വെച്ചതും അജയ്ക്ക് നേരിയൊരു ആശ്വാസം തോന്നി. കമ്പാർട്ട്മെൻറ്റ് ഏകദേശം കാലിയായിരുന്നു. പഴയ മരത്തിൻ്റെ സീറ്റുകളും കറങ്ങാൻ മടിക്കുന്ന കാലാഹരണപ്പെട്ട ഫാനുകളുമുള്ള ഒരു പഴയ ലോകം. അകത്തെ വായുവിന് ഒരുതരം പഴകിയ ഗന്ധമുണ്ടായിരുന്നു. നനഞ്ഞ തടിയുടെയും എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വാടിയ മുല്ലപ്പൂക്കൾ പോലൊരു നേർത്ത ഗന്ധവും. അവൻ ജനലിനരികിലുള്ള ഒരു സീറ്റ് തിരഞ്ഞെടുത്തു. ബാഗ് താഴെ വെച്ച് ആ നീണ്ട മടുപ്പിക്കുന്ന യാത്രയ്ക്കായി തയ്യാറെടുത്തു. കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെട്ടപ്പോഴാണ് താൻ തീർത്തും തനിച്ചല്ലെന്ന് അവന് മനസ്സിലായത്. കുറച്ചപ്പുറത്തുള്ള സീറ്റിൽ ഒരു അമ്മൂമ്മ ഇരിക്കുന്നു. കനത്ത മഴയത്ത് പുറത്തെ കറുത്ത ശൂന്യതയിലേക്ക് കണ്ണും നട്ട് ഒരേ ഇരിപ്പാണ്. അവർ ധരിച്ചിരുന്നത് ഒരു വെള്ള ചട്ടയും മുണ്ടുമായിരുന്നു. നല്ല വെടിപ്പായി തേച്ചു മടക്കിയ വസ്ത്രം. പക്ഷേ ആ ശൈലിയിലുള്ള വേഷം അജയ് വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ ആണ് കണ്ടിട്ടുള്ളത്. അവർ ചുണ്ടനക്കാതെ നേർത്ത സ്വരത്തിൽ ഏതോ ഒരു പഴയ താരാട്ടുപാട്ട് മൂളുന്നുണ്ടായിരുന്നു. ആശ്വാസം നൽകുന്നതും എന്നാൽ ഒരേ സമയം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതുമാണ് ഈ ഈണം. തൊട്ടപ്പുറത്തെ വരിയിൽ ഒരു യുവദമ്പതികൾ പരസ്പരം ചാരിയിരുന്ന് അവർ കൈകൾ കോർത്തു പിടിച്ചിരിക്കുന്നു. അവരുടെ വസ്ത്രധാരണം വളരെ വിചിത്രമായി തോന്നി. യുവാവ് ധരിച്ചിരുന്നത് ബെൽബോട്ടൺ പാൻസും ഇറുകിയ ഷർട്ടുമായിരുന്നു. യുവതിയാകട്ടെ പഴയ ഡിസൈനിലുള്ള ഒരു പ്രിൻ്റഡ് സാരിയും ഹൈനെക്ക് ബ്ലൗസും. അവർ സംസാരിക്കുന്നില്ല, പരസ്പരം നോക്കി ഒരു മായാത്ത നിർവികാരമായ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. കമ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങേയറ്റത്തായി മുഖം പൂർണ്ണമായും ഒരു പത്രത്തിൽ മറച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ ഒരു പേജ് മറിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂർച്ചയേറിയ ശബ്ദം മാത്രമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. ഒരു വലിയ കുലുക്കത്തോടെ ട്രെയിൻ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. യാത്ര അസഹനീയമായ വിധം വേഗത കുറഞ്ഞതായിരുന്നു. ചക്രങ്ങൾ പാളത്തിലുരയുന്ന ശബ്ദം ഒരു തരം മയക്കുന്ന സംഗീതം പോലെ തോന്നി. ജനലുകളിൽ മഴത്തുള്ളികൾ ആഞ്ഞടിച്ചു. അവൻ ഫോൺ എടുത്തു നോക്കി. സിഗ്നൽ ഇല്ലായിരുന്നു. ഏതെങ്കിലും റിമോട്ട് ഏരിയയിലൂടെയാവും ട്രെയിൻ പോകുന്നതെന്ന് അവൻ സ്വയം സമാധാനിച്ചു. അവൻ മറ്റ് യാത്രക്കാരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആരും അവനെ ശ്രദ്ധിച്ചില്ല. ഒരു നോട്ടം കൊണ്ടുപോലും പ്രതികരിച്ചില്ല. അവരെല്ലാം സ്വന്തം ലോകത്ത് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. രാത്രി യാത്രയുടെ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ അപരിചിതരോട് സംസാരിക്കാനുള്ള മടി കൊണ്ടോ ആവാം എന്ന് അവൻ സ്വയം ന്യായീകരിച്ചു. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കെ ട്രെയിൻ ഒരു ചെറിയ സ്റ്റേഷനിൽ നിർത്തി. പ്ലാറ്റ്ഫോമിൽ പേരെഴുതിയ ബോർഡ് ഇരുട്ടിൽ വ്യക്തമായിരുന്നില്ല. ആരും ഇറങ്ങുകയോ കയറുകയോ ചെയ്തില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു നീണ്ട ചൂളം വിളിയോടെ ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. അജയ് കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഉറക്കം അവനെ വിട്ടുനിന്നു. ആ അമ്മൂമ്മയുടെ താരാട്ടുപാട്ട് മാത്രം ഒരു നേർത്ത നൂല് പോലെ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. എന്തോ ഒന്ന് ശരിയല്ല എന്ന തോന്നൽ അവൻ്റെ മനസ്സിൽ കൂടുതൽ ശക്തമായി. ആ സഹയാത്രികർ, അവരുടെ നിശ്ചലത, അത് സാധാരണമായിരുന്നില്ല. ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളെപ്പോലെ ഓരോരുത്തരും അവരവരുടെ റോളുകളിൽ അഭിനയിച്ചു തീർക്കുന്നത് പോലെ. അജയ് കണ്ണുകൾ തുറന്നു. വരാനിരിക്കുന്ന ഭീകരതയുടെ ആദ്യത്തെ സൂചനകൾ അവൻ്റെ ഹൃദയത്തിൽ ഭയം നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലിനപ്പുറത്തുള്ള ഇടനാഴിയിലൂടെ ആ TTE നടന്നു പോകുന്നത് അവൻ കണ്ടത്. യൂണിഫോമിൽ കയ്യിലൊരു ചാർട്ടുമായി അയാൾ ഓരോ കമ്പാർട്ട്മെൻറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അയാൾ അജയ് ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽക്കലെത്തി. ഉള്ളിലേക്ക് നോക്കിയതും അയാളുടെ മുഖം വിളറി വെളുക്കുന്നത് അജയ് കണ്ടു. ഒരു ഞെട്ടലോടെ അയാൾ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നുപോയി. പോകുന്നതിനിടയിൽ ആരും കാണാതെ അയാൾ നെഞ്ചിൽ ഒരു കുരിശു വരച്ചുവോ എന്ന് അജയ്ക്ക് തോന്നി. അജയ് തരിച്ചുപോയി. എന്തിനാണ് ഒരു ടി ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവനായി ഒഴിവാക്കുന്നത്? ഇത്തവണ അവൻ തൻ്റെ സഹയാത്രികരെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് രക്തം മരവിപ്പിക്കുന്ന ആ സത്യം അവൻ തിരിച്ചറിഞ്ഞത്. അവരാരും കണ്ണിമയ്ക്കുന്നില്ല. അവൻ ഒരു മിനിറ്റ് മുഴുവൻ അവരെ തന്നെ നോക്കിയിരുന്നു. പിന്നെ 2 മിനിറ്റ്. അവരുടെ എല്ലാം കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുന്നു. ആ ദമ്പതികളുടെ പുഞ്ചിരിക്ക് ഒരു മാറ്റവുമില്ല. ആ അമ്മൂമ്മയുടെ നോട്ടം ജനലിൽ നിന്ന് മാറിയിട്ടേയില്ല. അതൊരു ഭീകരമായ തിരിച്ചറിവായിരുന്നു. ജീവനുള്ള മനുഷ്യർക്ക് ഇത്ര നേരം കണ്ണിമയ്ക്കാതിരിക്കാൻ സാധ്യമല്ല. അങ്ങേ അറ്റത്തിരുന്ന ആൾ, പത്രക്കാരൻ, പതിയെ തൻ്റെ മുഖം മറച്ചിരുന്ന പത്രം താഴ്ത്തി. അപ്പോഴാണ് അജയ് അയാളുടെ മുഖം ആദ്യമായി കാണുന്നത്. മെഴുകു പുരട്ടിയതുപോലെ വിളറിയ ഒരു മുഖം, കുഴിഞ്ഞ ശൂന്യമായ കണ്ണുകൾ. അയാൾ വീണ്ടും പത്രം ഉയർത്തുന്നതിന് മുൻപ് അജയുടെ കണ്ണുകൾ ആ പത്രത്തിൻ്റെ തലക്കെട്ടിൽ പതിഞ്ഞു. അതൊരു മാതൃഭൂമി ദിനപത്രമായിരുന്നു. പക്ഷേ അച്ചടിയും രൂപകൽപ്പനയും വളരെ പഴയതായിരുന്നു. അവൻ കണ്ണൊന്ന് കൂർപ്പിച്ചു. അവൻ്റെ ഞരമ്പുകളിലെ രക്തം തണുത്തെറിഞ്ഞു. അവൻ ആ തീയതി വായിച്ചു. ഒക്ടോബർ 14, 1985. അജയുടെ തലച്ചോർ ഒരു വിശദീകരണത്തിനായി പരക്കം പാഞ്ഞു. ഇതൊരു പ്രാങ്കാണോ? വല്ല സിനിമാ ഷൂട്ടിങ്ങോ? അതോ താൻ ഉറക്കത്തിൽ ഭീകരമായൊരു സ്വപ്നം കാണുകയാണോ? അവൻ സ്വന്തം കയ്യിൽ ആഞ്ഞു നുള്ളി. വേദനിച്ചു. താൻ ഉണർന്നിരിക്കുകയാണ്. ആ അമ്മൂമ്മയുടെ മൂളിപ്പാട്ടിൻ്റെ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലായതുപോലെ, കൂടുതൽ ദുഃഖം നിറഞ്ഞതുപോലെ. അവൻ്റെ പ്രായോഗിക ബുദ്ധിയും യുക്തിയും തകർന്നടിയുകയായിരുന്നു. ആ പത്രത്തിലെ തീയതി, അത് വെറും ഒരു അക്കമല്ലായിരുന്നു. അതൊരു താക്കോലായിരുന്നു. താൻ അകപ്പെട്ടു പോയ ഈ ഭീകരമായ സത്യത്തിൻ്റെ വാതിൽ തുറക്കാനുള്ളൊരു താക്കോൽ. അവൻ ആ പഴയ കമ്പാർട്ട്മെൻറ്റിൽ തനിച്ചായിരുന്നില്ല. മറിച്ച് കാലം മറന്നുപോയ ഓർമ്മകൾക്കൊപ്പമാണ് താനിരിക്കുന്നതെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. 1985. ആ വർഷവും ഈ സ്ഥലവും. അജയുടെ ഓർമ്മയുടെ കോണിൽ എവിടെയോ ഒരു തീപ്പൊരി വീണു. മറന്നുപോയ ഏതോ ഒരു കഥ മനസ്സിലേക്ക് കടന്നു വന്നു. കുട്ടിക്കാലത്ത് മുത്തശ്ശൻ പറഞ്ഞു തന്ന ഒരു കഥ. ഭാരതപ്പുഴയുടെ തീരത്തുണ്ടായ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച്. ഒരു ട്രെയിൻ, ഒരു കൊടുങ്കാറ്റ്. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. സിഗ്നൽ ഇല്ലെന്നറിഞ്ഞിട്ടും അവൻ വെപ്രാളത്തോടെ തൻ്റെ ഫോൺ കയ്യിലെടുത്തു. വെബ് ബ്രൗസർ തുറന്നു. വിറക്കുന്ന വിരലുകൾ കൊണ്ട് അവൻ ടൈപ്പ് ചെയ്തു: ട്രെയിൻ ആക്സിഡൻറ്റ് ഷൊർണൂർ 1985. വിചിത്രമായൊരു യാദൃശ്ചികത എന്നോളം ആ പേജ് ലോഡായി. ചിത്രങ്ങളൊന്നുമില്ലാത്ത അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു പഴയ സെർച്ച് റിസൾട്ട്. അവൻ്റെ കണ്ണുകൾ ആ തലക്കെട്ടിലേക്ക് പാഞ്ഞു. അവൻ വായിക്കാൻ തുടങ്ങി. 1985 ഒക്ടോബറിലെ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ നടന്ന വള്ളത്തോൾ നഗർ ട്രെയിൻ ദുരന്തം. ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു പാസഞ്ചർ ട്രെയിൻ വള്ളത്തോൾ നഗറിനടുത്തുള്ള പാലത്തിൽ നിന്ന് പാളം തെറ്റി കര കവിഞ്ഞൊഴുകുകയായിരുന്ന ഭാരതപ്പുഴയിലേക്ക് പതിച്ചു. ആ വാർത്തയിൽ മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ ചിലരുടെ വിവരങ്ങളും നൽകിയിരുന്നു. ചെറുതുരുത്തി സ്വദേശിനിയായ ഒരു അമ്മൂമ്മ. തൻ്റെ പേരക്കുട്ടിയെ ആദ്യമായി കാണാനുള്ള യാത്രയിലായിരുന്നു അവർ. കോഴിക്കോട് സ്വദേശികളായ ഒരു നവദമ്പതികൾ. ഗുരുവായൂരിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അവർ. ഒരു പ്രാദേശിക പത്രത്തിൻ്റെ ലേഖകൻ. ഒരു അസൈൻമെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അജയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അവൻ പതിയെ തല ഉയർത്തി കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് നോക്കി. ആ അമ്മൂമ്മ, ആ ദമ്പതികൾ, ആ പത്രക്കാരൻ. അവർ യാത്രക്കാരല്ല. അവർ വെറും പ്രതിധ്വനികളാണ്. പ്രേതങ്ങൾ. തങ്ങളുടെ അവസാനത്തെ യാത്ര വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ. അപ്പോഴാണ് അവൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞത്. ഈ ട്രെയിൻ യഥാർത്ഥ സ്റ്റേഷനുകളിലൊന്നുമല്ല നിർത്തുന്നത്. അവൻ ഇടയ്ക്ക് കേട്ടിരുന്ന ആ നേർത്ത അനൗൺസ്മെൻറ്റുകൾ, അവയൊന്നും ഇന്നുള്ള സ്റ്റേഷനുകളുടെ പേരുകളായിരുന്നില്ല. പലതും എന്നോ പേര് മാറ്റുകയോ ഉപേക്ഷിക്കുകയോ ചെയ്ത സ്ഥലങ്ങളായിരുന്നു. ഈ പ്രേതവണ്ടിയിൽ ജീവനോടെയുള്ള ഒരേയൊരു വ്യക്തി താനാണ്. അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നാശത്തിലേക്കാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തകർന്നു വീണ അതേ വഴിയിലൂടെ. ഭയം അവൻ്റെ ശരീരത്തെ പൂർണ്ണമായും കീഴടക്കി. ഓരോ ഞരമ്പുകളിലും തണുപ്പ് അരിച്ചു കയറാൻ തുടങ്ങി. അവൻ ഒച്ചയിടാൻ ശ്രമിച്ചു. പക്ഷേ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അവൻ ആ ശവപ്പെട്ടി പോലത്തെ കമ്പാർട്ട്മെൻറ്റിൽ മരിച്ചവരുടെ ഓർമ്മകൾക്കൊപ്പം തളച്ചപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന ആ ട്രെയിൻ പെട്ടെന്ന് വേഗത കൈവരിക്കാൻ തുടങ്ങി. ചക്രങ്ങൾ പാളത്തിലടിക്കുന്ന താളാത്മകമായ ശബ്ദം ചെവി തുളയ്ക്കുന്ന ഭ്രാന്തമായ ഒരു ഇരമ്പലായി മാറി. പുറത്തെ മഴ ഒരു കൊടുങ്കാറ്റായി രൂപാന്തരപ്പെട്ടു. ജനലുകളിൽ വെള്ളത്തുള്ളികൾ ഒരു ചീറ്റപ്പുലിയുടെ വേഗതയിൽ അടിച്ചു തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതുണ്ടായത്. അമ്മൂമ്മയും ആ ദമ്പതികളും പത്രക്കാരനും അവരെല്ലാവരും ഒരേ സമയം
ഒരു യന്ത്രം പോലെ പതിയെ തലതിരിച്ചു. ആദ്യമായി അവർ അജയെ നേരിട്ട് നോക്കി. ആ കണ്ണുകളിൽ ദേഷ്യമോ ഭീഷണിയോ ഇല്ലായിരുന്നു. പകരം കാലങ്ങൾക്കപ്പുറത്തു നിന്നുള്ള അളക്കാനാവാത്തത്ര ആഴത്തിലുള്ള ഒരു ദുഃഖം മാത്രം. അതൊരു നിശബ്ദമായ ക്ഷണമായിരുന്നു. തങ്ങളോടൊപ്പം ചേരാൻ, തങ്ങളുടെ വിധി പങ്കിടാൻ അവർ അവനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ അമ്മൂമ്മയുടെ മൂളിപ്പാട്ട് നിന്നു. കമ്പാർട്ട്മെൻറ്റിൽ ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത നിറഞ്ഞു. പുറത്ത് ഇരമ്പുന്ന കാറ്റിൻ്റെയും ട്രെയിനിൻ്റെയും ശബ്ദം മാത്രം. അജയ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ഓടി. അതിൻ്റെ കൈപ്പിടിയിൽ പിടിച്ചു കുലുക്കി. അത് തുരുമ്പെടുത്ത് ഉറച്ചു പോയിരിക്കുന്നു. ഒരനക്കവുമില്ല. അവൻ ജനലിനടുത്തേക്ക് പാഞ്ഞു. അതിൻ്റെ ഇരുമ്പഴികളിൽ പിടിച്ചാഞ്ഞു വലിച്ചു. അതും കാലത്തിൻ്റെ തണുപ്പിൽ ഉറച്ചു പോയിരിക്കുന്നു. അവൻ രക്ഷപ്പെടാനാവാത്ത വിധം ആ ശവപ്പെട്ടിയിൽ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് ജനലിലൂടെ അവൻ അത് കണ്ടത്. പെട്ടെന്നുണ്ടായ ഒരു മിന്നൽ പിണറിൻ്റെ വെളിച്ചത്തിൽ അവൻ അതിനെ തിരിച്ചറിഞ്ഞു. ദുരന്തം നടന്ന ആ പാലം. ട്രെയിൻ വേഗത കുറയ്ക്കുന്നില്ല. അത് പാളങ്ങൾ അവസാനിക്കുന്ന ആ കൊക്കയിലേക്ക് കൂടുതൽ വേഗതയിൽ പാഞ്ഞെടുക്കുകയാണ്. അവൻ അവസാനമായി ഒന്നുകൂടി ആ യാത്രക്കാരെ നോക്കി. അവരുടെ ശൂന്യമായ കണ്ണുകൾ അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അവരുടെ നിർവികാരമായ മുഖങ്ങളിൽ ഇപ്പോൾ നേരത്തെ ഒരു ഭാവമാറ്റം അവൻ കണ്ടു. ഒരു തരം സമാധാനം. തങ്ങളുടെ യാത്ര അവസാനിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ടുള്ള സമാധാനം. ട്രെയിൻ ആ പഴയ പാലത്തിലേക്ക് ഇരച്ചു കയറിയതും കമ്പാർട്ട്മെൻറ്റിലെ ലൈറ്റുകൾ ഒന്ന് മിന്നി പൂർണ്ണമായും അണഞ്ഞു. കനത്തിരുട്ട്. പിന്നാലെ ലോഹം വളഞ്ഞു പൊട്ടുന്ന ചെവി തുളയ്ക്കുന്ന ഒരു നിലവിളി ശബ്ദം. താൻ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ് വലിയൊരു ശബ്ദത്തോടെ തകർന്നടിയുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ചുറ്റും ഇരുട്ടും ഇരമ്പുന്ന പുഴയുടെ ശബ്ദവും തണുപ്പും മാത്രം. അവൻ സർവ്വശക്തിയും എടുത്ത് അലറി. അജയുടെ ആ അലർച്ചയായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റിലെ അവസാനത്തെ ജീവനുള്ള ശബ്ദം. പുഴയുടെ ഇരമ്പലും ഒരുപാട് കാലം മുൻപത്തെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മകളും ആ നിലവിളിയെ വിഴുങ്ങിക്കളഞ്ഞു. ഇന്നും കൊടുങ്കാറ്റുള്ള ചില രാത്രികളിൽ വള്ളത്തോൾ നഗറിലെ ആ പഴയ പാലത്തിനരികിൽ നിന്നാൽ ഷൊർണൂരിൽ നിന്നുള്ള ആ അവസാനത്തെ പാസഞ്ചർ ട്രെയിനിൻ്റെ പ്രേതം ചൂളംവിളി കേൾക്കാമെന്ന് ചിലർ പറയാറുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പഴയ ദുഃഖം നിറഞ്ഞ ആത്മാക്കൾക്കിടയിൽ നിന്ന് പുതിയൊരു നിലവിളി കൂടി കേൾക്കാൻ കഴിഞ്ഞേക്കാം.